നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേനയുടെ ആക്രമണത്തിൽ 17 ഹൂതി സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ട ഹൂതി സൈനികരുടെ ഖബറടക്ക ചടങ്ങിനായി അൽഷാബ് പള്ളിയിൽ എത്തിച്ചേർന്നത്. എന്നാൽ തങ്ങളുടെ വിശ്വാസത്തിന്റെയും ആശയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗാസയിലെ ഫലസ്തീനികൾക്ക് നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോവാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് ഹൂതി നേതാവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖബറടക്ക ചടങ്ങിന് മുന്നോടിയായി ഹൂതി സൈനികരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് നടത്തിയ വിലാപയാത്രയിൽ അധികം വൈകാതെ തങ്ങൾ തിരിച്ചടിച്ചിരിക്കുമെന്ന് ഹൂതി വിമത സംഘം അറിയിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പഴയ കോളനി വാഴ്ചയും കൊള്ളയുമാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പൊതുവായ ആശയം. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും ഹൂതി വിമതർ പറഞ്ഞു. കൂടാതെ യമനിലെ അതിർത്തി പ്രദേശങ്ങളുമായി ഇനിയും ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ഈ തീരുമാനം ആഗോളതലത്തിലുള്ള ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടുന്നതിന് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഫലസ്തീനികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂതി വിമതർ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഒന്നിലധികം കപ്പലുകളും ഹൂതികൾ പിടിച്ചെടുത്തു. എന്നാൽ ഹൂതികളുടെ ആക്രമണം അമേരിക്കയും യൂറോപ്പും പശ്ചിമേഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഇടിവുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി യുകെയും യുഎസിന്റെയും സൈന്യങ്ങൾ യമനിൽ തുടർച്ചയായ വ്യോമാക്രമണം നടത്തി. വെള്ളിയാഴ്ച ചെങ്കടലിൽ യുഎസിന്റെ വാണിജ്യ നാവിക കപ്പലുകൾ തകർക്കുന്നതിനായി തയ്യാറാക്കിയ 2 സ്ഫോടന വസ്തുക്കൾ നിറഞ്ഞ ഹൂതികളുടെ ഡ്രോൺ ബോട്ടുകളും 5 ക്രൂയിസ് മിസൈലുകളും നശിപ്പിച്ചതായി സെന്റർകോം അറിയിച്ചു. അതിനിടെ ഗാസയിലെ റഫ നഗരത്തിൽ കരയാക്രമണം നടത്താൻ സൈന്യം തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്ക് നിലവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രദേശമാണ് റഫ. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് റഫയിലേക്കും സൈനിക നടപടികൾ വ്യാപിക്കാനുള്ള തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിവിലിയൻ ജനതയ്ക്ക് സുരക്ഷിതമായ വഴി നൽകിക്കൊണ്ട് ഞങ്ങൾ കരയാക്രമണം നടത്താൻ പോകുന്നു. അതിനാൽ അവർക്ക് പോകാം എന്ന് നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഈജിപ്ത് അതിർത്തിയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകണമെന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാൽ റഫയ്ക്കെതിരായ ഏതൊരു ഇസ്രയേലി ആക്രമണവും ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള ചർച്ചകളെ ഇല്ലാതാക്കുമെന്ന് ഹമാസ് നേതാവ് പറഞ്ഞതായി അൽ അക്സ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് റഫ. ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പലായനം ചെയ്ത ജനങ്ങളാണ് റഫയിൽ തിങ്ങിക്കൂടി കഴിയുന്നത്. നേരത്തെ ഒരു തവണ റഫ അതിർത്തി തുറക്കുകയും ഇരട്ട പൗരത്വമുള്ളവരെയും പരിക്കേറ്റവരെയും രോഗികളെയും അടക്കം നിയന്ത്രിത എണ്ണത്തിലുള്ള ആളുകളെ അതിർത്തി കടക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. റഫ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് UN, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്, അറബ് രാജ്യങ്ങൾ തുടങ്ങിയവ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1.4 ദശലക്ഷം ഫലസ്തീനികളെ റഫ അഭയം പ്രാപിക്കുന്ന ഏതൊരു ആക്രമണവും വലിയ മാനുഷിക വിപത്തിന് കാരണമാകുമെന്നാണ് ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.